പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുലിനെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്താൻ പറ്റുമോ അതെല്ലാം രാഹുലിനെതിരെ ചാർത്തിക്കഴിഞ്ഞു. 10 വർഷം മുതൽ ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന വകുപ്പുകളെല്ലാം പോലീസ് ചാർത്തി കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്, മാസങ്ങളെടുത്ത് രാഹുലിനെ ഒരു കാരണവശാലും ഊരിപ്പോകാൻ പറ്റാത്ത തരത്തിലുള്ള ആരോപണങ്ങളും അതിനുള്ള കൃത്രിമ തെളിവുകളുമെല്ലാം ഉണ്ടാക്കിയ ശേഷമാണ് ഇതുപോലൊരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് എന്ന് വളരെയേറെ വ്യക്തമാണ്. രാഹുലിനെ പൂട്ടാൻ മാസങ്ങളുടെ നീണ്ട പ്ലാനിങ്. രാഹുലിനെ പൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ കൃത്യമായി ഇരയെന്നും പറഞ്ഞ് ഒരു യുവതിയെ ഇറക്കി പരാതി കൊടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ തിടുക്കപ്പെട്ട് തിരുവനന്തപുരം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ പരാതിക്കാരിയുടെ മൊഴിയെടുത്തു എന്നാണ് വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ രാത്രി തന്നെ FIR ഇട്ടു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടത്തിന് പറയുവാനുള്ളത് കേട്ട ശേഷം ഉടനെ മടങ്ങി വരാം. പരാതിക്കാരിയുടെ ഒരാൾ വന്ന് പരാതി പറഞ്ഞാൽ അത് കേസ് രജിസ്റ്റർ ചെയ്താൽ എന്താണ് അവരുടെ പരാതി എന്ന് അറിയണം. ആ പരാതി എന്താണ്, പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് അറിയാതെ ഏത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയാനാവില്ല. നിയമ നടപടി ഞാൻ പറഞ്ഞു, എന്താണ് പരാതി, ആരുടെയാണ് പരാതി, ആളുടെ പേര് പറയണ്ട, പരാതിയുടെ സ്വഭാവം എന്താണ്, എവിടെയാണ് പരാതി ആദ്യം കൊടുത്തത്. ഇപ്പം ഞാൻ ചാനലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വാർത്തയനുസരിച്ച് പരാതി ആദ്യം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണോ? മുഖ്യമന്ത്രിക്ക് DGPയുടെ പവറുണ്ടോ? സർക്കിൾ ഇൻസ്പെക്ടറുടെ പവറുണ്ടോ? അത് അവിടെ അനുഭവസ്ഥരായ ആളുകളുള്ളതിൻ്റെ പേരിലാണോ അവിടെ കൊണ്ട് കൊടുത്തത്? അനുഭവ സമ്പത്തുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ പള്ളി കൊടുത്തത്? അതറിയണ്ടേ. അത് ആ നടപടികൾ അറിയിച്ചിട്ടല്ലേ നമുക്ക് അടുത്ത നടപടിയിലേക്ക് പോകാൻ പറ്റൂ. അങ്ങനെ ഈ രാജ്യത്തുള്ള എല്ലാ ആ പരാതിയുള്ള മുഴുവൻ ആളുകളും ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണോ പരാതി കൊടുക്കുന്നത്? അത് അങ്ങനെ കൊടുത്ത വേറൊരു യുവതിയുടെ പേര് നിങ്ങൾ പറ. അല്ല, എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ഇപ്പോൾ ഇതിന് മുമ്പൊരു പരാതി ഉണ്ടായിരുന്നു. സോളാർ കേസുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ പരാതി അവിടെ വന്ന് മുഖ്യമന്ത്രി നേരിട്ട് സ്വീകരിച്ച് അത് കൊടുത്തതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് ഇങ്ങനെ കഴിഞ്ഞ് പരസ്യമായിട്ട് വന്നത്, രഹസ്യമായിട്ട് എന്തെല്ലാം നടന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ആയിരിക്കും. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പോലീസ് സ്റ്റേഷനാണ് എന്ന് ഞാൻ അറിയുന്നത് ആദ്യമായിട്ടാണ്. മുഖ്യമന്ത്രിക്ക് നിവേദനം കിട്ടും, അതാദ്യം അവിടെയല്ലല്ലോ എത്തേണ്ടത്. നമ്മുടെ നിലവിലൊരു നിയമ സംവിധാനം ഉള്ളിടത്ത് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പരാതി ഒറിജിനലി പോയി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനാണ്. പരാതിയുള്ള ആളുകൾ ജീവിക്കുന്ന, താമസിക്കുന്ന, അല്ലെങ്കിൽ ഒഫൻസ് നടന്നു എന്ന് പറയുന്ന പരിധിക്കുള്ള പോലീസ് സ്റ്റേഷനിലാണ് വരേണ്ടത്. ഓൾ ത്രൂ അതല്ലേ. ഇത് കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ടാക്കി അന്ന് എവിടെയോ വെച്ച് റെക്കോർഡ് ചെയ്തൊരു സാധനം ഇങ്ങനെ ചില തിയേറ്ററിൽ കാണിക്കുന്ന പോലെ ബിറ്റായിട്ട് കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അസ്വാഭാവികത അതല്ലേ. എന്താ പരാതി? പീഡിപ്പിച്ചു എന്നുള്ളതാണോ? ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണോ? അബോർഷൻ നടത്തി എന്നുള്ളതാണോ? നിങ്ങൾക്ക് ആർക്കല്ലോ ഇത്രയും പേരില്ലേ, നിങ്ങളൊക്കെ ഇതുമായി ഈ ആയിട്ട് ബന്ധമുള്ള ആളുകളല്ലേ. എന്താണ് പരാതി എന്ന് നിങ്ങൾക്ക് പറയാമോ? ആ വാട്സപ്പ് ചാറ്റിലെ സംഭാഷണം രാഹുലിൻ്റെതാണെന്നുള്ള എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ? നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ആദ്യം വിട്ടു, രാഹുലിൻ്റെതാണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ഇവർ പറയുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെക്കുറിച്ച് ഇതൊന്നും ആരുടെയിലൊന്നും ക്രോസ് വെരിഫൈ ചെയ്യണ്ടേ? രാഹുലിനോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇത് നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നോനോ, ഇത് പുറത്ത് വിടുന്നതിന് മുമ്പ്
പുറത്ത് വന്നതിന് ശേഷമാണ്. ഇപ്പം ഞാൻ ബില്ലിനെതിരെ ഒരു ശബ്ദം എനിക്ക് കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ, ബില്ലിനെ കുറിച്ച് ഇങ്ങനൊരു വാർത്തയുണ്ട്, അതാണോ എന്ന് ചോദിച്ചിട്ടല്ലേ പറയേണ്ടത്. അതല്ലേ ഒരു സാമാന്യ നീതി എന്ന് പറയുന്നത്. നാടകം തന്നെ. ഇതിപ്പം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിനെ ഫേസ് ചെയ്യാൻ വയ്യാത്ത പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നു. ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ജനശ്രദ്ധ സ്ഥിരീകരിക്കാൻ എന്തെങ്കിലും ഒരു മസാല വേണം. അഡ്വക്കേറ്റ് പൂന്തോട്ടത്തിന്റെ വാക്കുകൾ കേട്ടല്ലോ. രാഹുലിന്റെ അഭിഭാഷകർക്ക് പരാതിയുടെ ഒരു കോപ്പി പോലും ലഭിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തത്. ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ SHOയ്ക്കോ ആയിരുന്നു പരാതി കൊടുത്തിരുന്നതെങ്കിൽ ആ പരാതിയുടെ ഉള്ളടക്കം അഭിഭാഷകർക്ക് മനസ്സിലാക്കുവാനും ആ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം അവർക്ക് ആന്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്യുവാൻ. എന്നാൽ രാഹുലിന്റെ അഭിഭാഷകർക്ക് പോലും യാതൊരു വിവരവും കിട്ടാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോലീസ് സ്റ്റേഷനുകളിൽ ആ FIR എത്തിക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആ പരാതി നേരിട്ട് കൊണ്ട് കൊടുത്തത്. അപ്പോൾ ആ ഒരു കാലതാമസവും വരും. അന്നേരം അദ്ദേഹത്തിന് ശനിയും ഞായറുമായി കഴിഞ്ഞാൽ കോടതിയെ സമീപിക്കാൻ പറ്റത്തില്ല. ആ കോടതി സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം ഇവർക്ക് വീണ്ടും ആളിക്കത്തിച്ച് പരമാവധി എത്ര ദിവസം ഇതിനെ ആളിക്കത്തിച്ച് കൊണ്ടുപോകാൻ പറ്റും, ആ ഒരു ലക്ഷ്യം വെച്ചാണ് ഇവർ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് രാഹുലിന്റെ അഭിഭാഷകന് ആ പരാതിയുടെ ഉള്ളടക്കം പോലും പെട്ടെന്ന് ലഭിക്കാതിരിക്കുവാനുള്ള ക്രമീകരണങ്ങളാണ് അവർ ചെയ്തത്. എന്നാൽ മാധ്യമങ്ങളിലൂടെ സകല വിവരങ്ങളും വരുന്നുണ്ട്. ആ പരാതിയുടെ ഉള്ളടക്കമടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ മാധ്യമങ്ങൾക്ക്, ഇവരുടെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾക്ക് ആ പരാതിയുടെ ഉള്ളടക്കം എന്താണ്, അതിന്റെ മറ്റ് നിയമവശങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് കൃത്യമായി ചോർന്നു കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളിലൂടെ വരുന്ന വിവരം വെച്ച് വേണം രാഹുലിന്റെ അഭിഭാഷകർക്ക് പോലും കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ എന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. പ്രിയമുള്ളവരെ, ഇന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം ഇത് എത്ര കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാകുക. നമ്മൾ കണ്ടു, ഈ കേക്കച്ചൻ എന്ന് പറയുന്ന നാണം കെട്ടവൻ ഇതിന്റെ പിന്നിലുള്ള സകല ആസൂത്രണങ്ങളും നടത്തി ഉന്നയിക്കുന്ന ആ ആരോപണങ്ങൾ പൊളിയാതിരിക്കുവാൻ അതിനു വേണ്ടുന്ന തെളിവുകളെല്ലാം ഇവർ സജ്ജമാക്കി. അപ്പോൾ ഒരു പുതിയ തിരക്കഥയാണ് ഇപ്പോൾ പരാതിയിലൂടെ ഇതുവരെ കേൾക്കാത്ത, ഇവർ പുറത്തുവിട്ട ആ വിവരങ്ങളല്ലാതെ പുതിയ തിരക്കഥയാണ് ആ പരാതിയിൽ വന്നിരിക്കുന്നത്. അത് കൃത്യമായും ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു വക്കീലിന്റെ തലയിൽ വിരിഞ്ഞ കാര്യങ്ങളാണ് ആ പരാതി എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. കോടതിയിൽ പൊളിയാത്ത രീതിയിലുള്ള കൃത്യമായ ആസൂത്രണത്തോടെ പരാതിയിൽ പറയുന്ന കാര്യവും FIS-ൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റും അതുപോലെ ഇവർ ആരോപിക്കുന്ന കാര്യങ്ങൾക്കുള്ള തെളിവും കൃത്രിമമായി ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫ്രെയിമിംഗ് ആണ് അതിൽ നടന്നിരിക്കുന്നത്. കൃത്യമായ തെളിവുണ്ടാക്കുവാൻ സർക്കാർ ആശുപത്രിയിലാണ് പോയത്, സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരെയാണ് കണ്ടത് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഈ ക്രൈംബ്രാഞ്ച് ലോകമുള്ള ആശുപത്രികൾ വഴിയും ബാംഗ്ലൂരും കർണാടകത്തിലും ഒക്കെ കറങ്ങി ഗർഭചിത്രം നടത്തിയത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പോൾ പുതിയ കഥ വരുന്നു. അത് വീട്ടിൽ തന്നെയാണ് ചെയ്തത്, അതിനുള്ള മരുന്ന് കൊണ്ട കൊടുത്തത് ഇന്നയാളാണ്, രക്തസ്രാവമുണ്ടായി, അത് സർട്ടിഫൈ ചെയ്യുവാൻ ഒരു ഡോക്ടറെ കണ്ടു. അതിന് കൃത്യമായും ആ ഡോക്ടറും ഇത് അവസാനമായി ഇപ്പോൾ സാക്ഷി പട്ടികയിൽ വരുത്തുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വന്ന പുതിയ കഥാപാത്രങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ ഇര എന്ന് പറയുന്ന വ്യക്തി മജിസ്ട്രേറ്റിന് മുന്നിൽ പോയി ചങ്കത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞുകൂവി ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവരും മനുഷ്യരാണ്, അവരെയും ഇത്തരം കാര്യങ്ങൾ സ്വാധീനിക്കും. ആ ലക്ഷ്യത്തോടുകൂടി ഈ കേസിനെ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ അപ്രകാരമുള്ള കൃത്യമായ പ്ലാനിങ്ങും ആസൂത്രണവും ഇന്നലെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഇടാവുന്ന വകുപ്പുകളെല്ലാം ചാർത്തി കൊടുക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഗ്രാവിറ്റിയുള്ള ഒരു പരാതിയാക്കി മാറ്റിയാണത് കൊടുത്തത്. അതിനനുസരിച്ച് പിണറായിയുടെ പോലീസ് ആ FIR-കളെല്ലാം 3 ബലാത്സംഗം വരെ, ഓർക്കുക, 3 ബലാത്സംഗ കുറ്റം വരെയുള്ള വകുപ്പുകൾ ചേർത്തിട്ടുണ്ടെന്നാണ് മുട്ടൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ചാനൽ പറയുന്നത്. FIR നമ്മൾ കണ്ടിട്ടില്ല, FIR-മായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളുമില്ല. അങ്ങനെ
ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ഇയാൾ ചെയ്തു എന്ന് സ്ഥാപിച്ചുള്ള ആ പ്രൊപ്പഗണ്ടയാണ് ഇപ്പോൾ നടക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.